എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ നമ്മുടെ റോസയിലും മറ്റുള്ള ചെടികളിലും നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്, അത്രയ്ക്കും നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസയിൽ ഇതുപോലെ നല്ല കുലകുലയായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഫെർട്ടിലൈസർ കൊടുക്കണം. എൻ്റെ ഈ റോസ് നോക്കിയേ, ഇത് ബാംഗ്ലൂർ ബഡ് റോസാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിക്കാൻ കുറച്ച് പാടാണ്. ആദ്യമൊക്കെ നല്ലവണ്ണം പൂവുണ്ടായി, 2-3 വട്ടമൊക്കെ പൂവുണ്ടായി നല്ലവണ്ണം. പിന്നെ ഇത് ഇലയൊക്കെ മഞ്ഞളിച്ച് പോയി, ഇലയെല്ലാം കുഴിഞ്ഞു പോയിട്ട് ശിഖരങ്ങൾ മാത്രം ഉണ്ടായി. ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഈ ഒരു വളം കൊടുത്തപ്പോൾ നല്ല ആർത്ത് നല്ലവണ്ണം തഴച്ച് വളർന്ന ഈ ഒരു ചെടി ഇപ്പോൾ പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ലവണ്ണം ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിനും ഞാൻ ഈ ഒരു വളം കൊടുത്തിരുന്നു. അപ്പോൾ അതിലും നിറയെ പൂക്കളാണ് വന്നിട്ടുള്ളത്, നിറയെ ബ്രാഞ്ചസും വരുന്നുണ്ട് താഴെ നിന്ന്. ഒത്തിരി നാളായി പൂ ഇടാൻ നിന്നിരുന്ന ഓർക്കിഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വളം ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജറബറ ചെടി ചില സമയത്ത് ഇലകളൊക്കെ കരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ്, ജൈവ കീടനാശിനിയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഒരു വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡൂടെ മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ സോപ്പ് ലിക്വിഡും ഒരു 5 മില്ലി വേപ്പെണ്ണയും മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ്. എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കതിന് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ആ ഒരു വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് പച്ചച്ചാണകമാണ്. പച്ചച്ചാണകത്തിനകത്ത് ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഉണക്ക ചാണകപ്പൊടിയേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലവണ്ണം നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് പച്ചച്ചാണകത്തിലാണ്. അതുപോലെ തന്നെ പച്ചച്ചാണകം നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ചെടി നല്ല കരുത്തോടുകൂടി വളരുകയും നിറയെ പെട്ടെന്ന് തഴച്ചു വളർന്ന് പൂക്കളിടാനൊക്കെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഞാൻ 2 ബക്കറ്റിലായിട്ടാണ് ഈ വളം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ബക്കറ്റിൽ തയ്യാറാക്കാം. ശരിക്കും പറഞ്ഞാൽ 1 ബക്കറ്റിൽ തയ്യാറാക്കിയാൽ മതിയായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു. അപ്പം വേറൊരു ദിവസം മാറ്റി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ അതിനകത്തേക്ക് പച്ചച്ചാണകം ഒരു 2 ചിരട്ട വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ബക്കറ്റിലോട്ട് കേട്ടോ. നിങ്ങൾക്ക് 1 ബക്കറ്റിലാണെങ്കിൽ 2 ചിരട്ട പച്ചച്ചാണകം മതിയേ. അപ്പോൾ ഉണക്കച്ചാണകപ്പൊടിയേക്കാൾ നല്ലത് കൂടുതലും പച്ചച്ചാണകമാണ്. അതിലേക്ക് ഞാൻ 1 കൈപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് എല്ലാവർക്കും അറിയാം, കീടനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വളരെ നല്ലൊരു ഉപയോഗപ്രദമായ ഒരു സാധനമാണ് വേപ്പിൻ പിണ്ണാക്ക്. നമ്മുടെ ആ ചെടികളിലുണ്ടാകുന്ന കീടത്തിനെയൊക്കെ നശിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ മണ്ണിലുണ്ടാകുന്ന കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ അത് ഓരോ കൈപ്പിടി വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് 1 ബക്കറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. 1 ബക്കറ്റിലാണെങ്കിൽ 1 കൈപ്പിടി വീതം മതി കേട്ടോ. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്ന കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കിനകത്ത് ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുകയും ധാരാളം പൂക്കളുണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 1.5 കൈപ്പിടി വീതം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ബക്കറ്റിലാണെങ്കിൽ 1.5 കൈപ്പിടി മതി. ഇപ്പോൾ ഓരോ ബക്കറ്റിലും ഞാൻ ഇപ്പുറത്തെ ബക്കറ്റിലും ഓരോ 1.5 കൈപ്പിടി വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര പീസ് 2 പാത്രത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വളം ഉണ്ടാക്കുമ്പോഴുള്ള ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ടും ശർക്കര ഇട്ട് കൊടുക്കുന്നത് മൂലം വളരെയധികം സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 ബക്കറ്റിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു മുഴുത്ത ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ശർക്കര ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇട്ടത്. അത്രയും ഏകദേശം വേണം. അപ്പം ഒട്ടും ബാഡ് സ്മെല്ല് നമ്മുടെ ഈ ഒരു വളത്തിന് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ഇട്ട് കൊടുത്തുള്ളേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് 1 ബക്കറ്റിൽ തയ്യാറാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ വെവ്വേറെ വെച്ചിട്ട് പതുക്കെ വേറൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ചെയ്തത്. പക്ഷെ ശരിക്കും അത് മതിയായിരുന്നു. അപ്പം ഞാനിതെല്ലാം കൂടെ എന്നാലും ഒന്നിച്ചൊഴിക്കുകയാണ് കേട്ടോ. 1 ബക്കറ്റിലേക്ക്, അതായത് ഒരു വേസ്റ്റ് അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ അതേ സമയത്ത് നാളെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ആദ്യം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നല്ല കാറ്റ് കയറാത്ത ഒരു അടച്ച പാത്രത്തിൽ വെക്കണേ. പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ടെന്നും ഡെയിലി ഇളക്കി കൊടുക്കണം. ഇത് 4-ാം ദിവസം ഞാൻ എടുക്കുന്നതാണ്. അത് 3 ദിവസം നന്നായിട്ട് പുളിപ്പിച്ചു 4-ാം ദിവസമാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ നിന്നും 2 കപ്പ് വേറൊരു ബക്കറ്റിലോട്ട് ഞാൻ ഒഴിച്ചെടുത്ത് കേട്ടോ. 2 കപ്പ് ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ദ്രാവകമാണ്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് നമുക്ക് കിട്ടുന്നത്. 2 കപ്പ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇരട്ടി വെള്ളവും ചേർത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം നിങ്ങൾക്കറിയാം ഒരു മുഴുത്ത ബക്കറ്റാണിത്. അതിനകത്തേക്ക് ഞാനൊരു 3/4 ബക്കറ്റോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നേർപ്പിച്ച് തന്നെ എടുക്കണം, കാരണം തിക്കായിട്ട് ഒരിക്കലും കൊടുക്കരുത്.
നന്നായിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ തെളിയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ഇളക്കാതെ തന്നെ തെളി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ മൊത്തം ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തെളി മാത്രമായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതിപ്പോൾ നല്ലതായിട്ട് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ റോസകൾക്കും ഏത് ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നല്ലവണ്ണം കൊടുക്കാവുന്ന ഒരു വളമാണ്. വലിയ ചെടിച്ചട്ടിക്കകത്തേക്ക് 2 കപ്പ് വീതം നിറച്ച് ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചെടിച്ചട്ടിയാണെങ്കിൽ 1 കപ്പ് നിറച്ചും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. രാവിലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, വൈകുന്നേരം ഒഴിച്ചു കൊടുക്കരുത്, രാവിലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ചെടികളെ തണ്ടുകളിലൂടെയും വേരുകളുടെയും ഒക്കെ വലിച്ചെടുത്തിട്ട് നല്ലവണ്ണം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.